ഇത് കുറച്ച് നേരം പിടിക്കും. ആഗ്രഹപ്രകാരം മുറിച്ചില്ല. അപ്പോൾ ഇതിന്ന് ശ്രീകൃഷ്ണ ജയന്തി കേട്ടോ. അന്ന് രാവിലെ തന്നെ പുത്തൂരുള്ള വിഷ്ണു ക്ഷേത്രത്തിലാട്ടോ പോയത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ളൊരു വിഷ്ണു ക്ഷേത്രം പ്രധാനപ്പെട്ടത് അതാട്ടോ. അപ്പോൾ ഓരോരോ വഴിപാട് കഴിക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പട്ട് കൊടുക്കുന്നത്, പാൽപ്പായസം കഴിക്കുന്നത്, അങ്ങനെ വഴിപാട് കഴിക്കുന്നിടത്തൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഇത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ കണ്ണൻ്റെ പിറന്നാളായതിനെ കൊണ്ടായിരിക്കും ചായ ഉണ്ട് കേട്ടോ. ചായ നമ്മളെ ഗോതമ്പ് നുറുക്ക് റവ ഉണ്ടല്ലോ, അതും പഴവും ചായയാണേ. അപ്പൊ പോയിട്ട് വേണം കേട്ടോ നമുക്ക് ചായ ഉണ്ടാക്കാം. ചായയുടെ പരിപാടി നോക്കുക. അമ്പലത്തിൽ നിന്നൊരു ഉപ്പുമാവും പഴവും, നേന്ത്രപ്പഴവും, പിന്നെ ഗോതമ്പ് തരിയില്ലേ അതിന്റെ ഉപ്പുമാവ്. ഇവിടെ കുഞ്ഞുനും സിദ്ധുവിനും ദേവുവിനും ഉപ്പുമാവ് ഇഷ്ടമല്ല. പിന്നെ മറ്റേ ഉപ്പുമാവില്ലേ നമ്മളെ സൂചി റവ, ആ റവേന്റെ ഉപ്പുമാവ് ഇഷ്ടമാണ്. നല്ലോണം നെയ്യൊക്കെ ആയിക്കോട്ടെ. ഇഷ്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, കഴിക്കും. ഇത് തീരെ ഇഷ്ടമല്ല. അതങ്ങനെ നമ്മൾ ഉണ്ടാക്കലേ ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. തേച്ച് അമ്പലത്തിലായിരുന്നത്. അപ്പൊ ഞാൻ ആടുന്ന കുറച്ച് കുടിച്ചിട്ടുണ്ടേ. പിന്നെ ഞാൻ പുതിയ ഇഡ്ഡലി ചെമ്പ് വാങ്ങിട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതിന് മൊത്തത്തിൽ പ്രശ്നങ്ങളായാലും ഇത് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്നാണേ വാങ്ങിച്ചത്. ഇതില് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ, നല്ലോണം നമുക്ക് വെള്ളം വെക്കാം. ഇതാണ് കേട്ടോ ഇൻഡസ് വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മൾട്ടിപോട്ട് സ്റ്റീം സെറ്റ്. 100% ഫുഡ് സേഫാണ്. അതേപോലെ നല്ല ലോങ് ലാസ്റ്റിക് ആണ് കേട്ടോ ഇത്. ഇതിന് നല്ല എന്താ പറയുക 3 ലെയർ തിക്ക് ബേസ് ആയതിനെ കൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പാത്രമാണ്. അതേപോലെ ഇതിൽ 5 പ്ലേറ്റ്സ് വരുന്നുണ്ട്. അത് 2 നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. അതേപോലെ അട ഉണ്ടാക്കാനും പഴം പുഴുങ്ങാനും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റീം ചെയ്യുന്ന വെജിറ്റബിൾ സ്റ്റീം ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ എളുപ്പമാണ് കേട്ടോ. അതേപോലെ വലിയൊരു പാത്രം എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല പരന്നൊരു പാത്രമാണ്. അതേപോലെ തന്നെ അടിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി വെക്കാൻ പറ്റും. ചില സമയം ചില ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെള്ളം മുകളോട് പൊന്തി വരുന്നത് കാണാം. പക്ഷേ ഇതിൽ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടില്ല. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും കൂടെ പറ്റും കേട്ടോ അത്. അപ്പോൾ ഇത് വാങ്ങണം എന്നുള്ളവർക്ക് ഇൻഡസ് വാലിൻ്റെ സൈറ്റിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ പ്രതിഭാന്ന് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇപ്പം എല്ലാവരും ചോദിക്കും എന്താ മക്കളെ കൂട്ടാൻ ചെയ്യുന്നിട്ടോ. സത്യത്തിൽ മക്കൾക്ക് അത്രയും രാവിലെ എണീറ്റ് പോകുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര മടിയാണേ. രാവിലെ തന്നെ എണീക്കാനും കുളിക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെ അധികം വിളിക്കാനും ഒന്നും ഞാൾ നിൽക്കലില്ല. എൻ്റെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നാൽ കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് ചായ കുടിക്കുക. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ പോയിട്ടുണ്ടേ. നേരത്തെ പോയിട്ട് തന്നെ വേഗം തിരിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിൻ്റെത് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാണാനൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. അടിപൊളി ഇഡ്ഡലി ചെമ്പാണേ. ഇതാർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു പ്രശ്നമില്ല. കാരണം സിമ്പിളാണ്. ഇങ്ങനെ അമർത്തി ഇതിൻ്റെ അടപ്പൊന്നും ഇങ്ങനെ അമർന്നു പോകുന്നില്ല കേട്ടോ. നല്ല വൃത്തിയിൽ നമുക്ക് എടുക്കാനും ഇതാക്കാനും പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ അലക്കി വാഷിംഗ് മെഷീനിൽ വെച്ച് പോയതാണ്, ഡ്രയറിൽ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എണീറ്റ് അടിച്ചുവാരി തുടക്കലും കഴിഞ്ഞ് കുളിച്ചൊരൊറ്റ പോക്ക് പോയതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇഡ്ഡലീൻ്റെ ഫൈനൽ ലുക്ക്. സൂപ്പർ ഇഡ്ഡലി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സാധനം ഇല്ലെങ്കിൽ എനിക്കാണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കളിക്കും കേട്ടോ. അടിയിലത്തെയും കൂടി തട്ടിയിട്ട് ഇഡ്ഡലിക്കെല്ലാം ഓരോരോ ഡിസൈൻ വരലുണ്ട്. അപ്പോൾ ഇന്നും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചത് ചേമ്പാണ്. ചേമ്പിൻ്റെ മോര് കറി നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബാക്കി ദിവസങ്ങളിലെല്ലാം എന്താ പറയുക മീൻകറീൻ്റെ കൂടെ ഒരു കറിയാണല്ലോ. അപ്പോൾ ഇന്ന് മീൻകറി ഇല്ല. ഇന്നിപ്പോൾ എന്തായാലും വെജാക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞും സിദ്ധുവും പയ്യെ തന്നെ ഇങ്ങനെ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. സിദ്ധു എന്തെല്ലാം പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഇങ്ങനെയാണ് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വേഗം സോയാബീൻ വറുത്ത്, സോയാബീൻ ആകുന്ന സമയത്ത് വേറെ മീനില്ലാത്തതിൻ്റെ ഒരു വിഷം അതിൽ മാറി കിട്ടുമല്ലോ. ഇവർക്ക് ഇഷ്ടമാണല്ലോ. നോക്കിക്കൊണ്ടിരിക്കുക മോര് കറിയാന്നോ അമ്മേ, അങ്ങനെയാന്നോ അമ്മേ നോക്കുക. ഈ മോര് കറി സോയാബീനും അതിവിടെ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ദേവുവിന് കുറച്ച് മോര് കറി ഇഷ്ടമല്ല, ഒക്കെ സാമ്പാറാണ് കേട്ടോ ഇഷ്ടം. സോയാബീൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക ഒരു കുറച്ച് സേമിയ ഉണ്ടായിരുന്നേ. പിന്നെ ഈ അരിക്ക് സാബൂനരി എന്നല്ലേ പറയുക. ഈ സാബൂനരിയും സേമിയവും കൂടെ ഒരു ചെറിയ പായസം വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ,
അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കണ്ട കേട്ടോ, കണ്ണൻ്റെ പിറന്നാളല്ലേ, അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് മധുരത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാം. അതിന് മക്കളെല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോരുകറിയും സോയാബീനും അതേപോലെ കുറച്ച് രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ട്. അപ്പം പിന്നെ ഇന്നത്തെ കാര്യം ഓക്കെ. പിന്നെ ഒരു നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയെല്ലാം എടുത്ത് വറവിട്ട് അതിന് ശേഷം ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാമെന്ന്. ഇന്ന് സിദ്ധു പറയുന്ന മാതിരി കേട്ടോ സോയാബീൻ വറുക്കുന്നത്. ഓൻ എപ്പോഴും ഇങ്ങനെ മുറിച്ച് വറക്കുമ്പോൾ വലിയ സോയാബീനാണ് വാങ്ങിയത്. അപ്പോൾ അത് മുറിച്ച് വറക്കുമ്പോൾ ഓനെപ്പോൾ പറയും അമ്മ ഇങ്ങനെ മുറിച്ച് വറക്കണ്ട, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. ക്ലാസ്സിൽ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയല്ലോ അല്ലെ മുറിക്കാണ്ട് ഇതേപോലെ ഇതേ വലിപ്പത്തിലാണെന്നല്ലോ കേട്ടോ വറുക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചെറിയ സോയാബീൻ അതിന് വാങ്ങൽ, അപ്പോൾ ഇപ്രാവശ്യം വലുതായിപ്പോയി. ആഗ്രഹപ്രകാരം മുറിച്ചില്ല. ഇത് പറഞ്ഞ് ഇങ്ങനെയാണെന്ന് എല്ലാവരും കുട്ടികളൊക്കെ കൊണ്ടുവരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുറിക്കാതെ ഇത് കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഇത് ഓണം കഴിഞ്ഞപ്പം ബാക്കിയുള്ളതാട്ടോ ഈ സേമിയോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊരു പായസം വെക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ വലിയ ഉരുളിയിലായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ സാധനം കുറച്ചാളുള്ളൂ കേട്ടോ. അപ്പം പിന്നെ പാൽ ഇതിലൊക്കെ കാച്ചിയിട്ട് പിന്നെ ചെറിയൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാമെന്ന് വിചാരിച്ചേ. ഇതും ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയ പാത്രം കേട്ടോ. ഇത് എന്ന് വെച്ചാൽ നമ്മളെ ചെറിയ കുഞ്ഞായിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പാത്രമാണ്. അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അതേപോലെ നല്ലൊരു ഹാൻഡിലുണ്ട്. കണ്ടാൽ വിചാരിക്കും ഹാൻഡിൽ പെട്ടെന്ന് ചൂടാവുന്നു, പക്ഷെ അങ്ങനെ ചൂടാവുന്നില്ല. നല്ല കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ അതിലാണ് ഇന്ന് പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അത് അധികം ഒന്നും യൂസ് ചെയ്യലില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ എടുക്കലുള്ളൂ. ശരിക്കും പാല് കാച്ചാനും അതേപോലെ ഇങ്ങനെയുള്ള ചെറിയ പായസമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു കുഞ്ഞി പാത്രം കേട്ടോ അത്. അപ്പോൾ കുറച്ച് നെയ്യോട്ട് ഞാൻ പിന്നെ വറവിട്ട് ചെറിയ ആർഭാടാക്കിയിട്ടൊന്നുമില്ല, ചെറിയൊരു പായസമാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മോരുകറി, അതേപോലെ തന്നെ രാവിലത്തെ സാമ്പാർ, സോയാബീൻ വറുത്തത്, പിന്നെ നമ്മളെ പായസമായിട്ടുണ്ട്. ഇനി ഞാൻ വൈകുന്നേരം ആയ സമയത്ത് പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര കാണാൻ വേണ്ടി പോകുക കേട്ടോ. ഞങ്ങൾ 5 ആളുണ്ട്. പിന്നെ ഓട്ടോയിലാണ് പോകുന്നത്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പോയപാട് തന്നെ ഓട്ടോ കിട്ടി. നമ്മൾ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ ടൗണിലുള്ള ഭഗവതി കോട്ടയ്ക്കൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. അവിടേക്കാണ് ഒരുവിധം എല്ലാ ഘോഷയാത്രയും വന്നിരിക്കുക. ആദ്യം തിരക്കൊന്നുമില്ലെങ്കിലും പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ സിദ്ധുവിനൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അവസാനം ഓനൊരു എന്താ പറയുക, ഒരു ഇതിൻ്റെ ഒരു പെട്ടീൻ്റെ മുകളിൽ കയറ്റിയതാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല രസമായിരുന്നേ. കണ്ണന്മാർ ഒരുപാടുണ്ടായിരുന്നു, ചെറിയ ചെറിയ മക്കൾ കേട്ടോ. ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്കും കണ്ണനാവായിരുന്നു കേട്ടോ. ശരിക്കും അത്രയും നല്ല രസമായിരുന്നു കേട്ടോ ഇതിങ്ങനെ കാണാൻ വേണ്ടി. പിന്നെ ഇന്ന് വെജ് ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട് നല്ല അടിപൊളി മസാല ദോശ കിട്ടുന്ന ചെറിയൊരു കട. അപ്പോൾ അവിടെ പോയിട്ട് മസാല ദോശയും പിന്നെ കുഞ്ഞു സിദ്ധും പൊറാട്ടയും കടലക്കറി കേട്ടോ വാങ്ങിയത്. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.